ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ 1 സാമുവേൽ 5, 6, 7 അധ്യായങ്ങളിൽ നിന്നുള്ള 80 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഫിലിസ്തീയർ ദൈവത്തിൻ്റെ പേടകം എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം അഷ്തോദിലേക്ക്. ചോദ്യം 2. ഫിലിസ്തീയർ ദൈവത്തിൻ്റെ പേടകം എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ചോദ്യം 3. ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ എന്താണ് പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ടത്? ഉത്തരം ദാഗോൻ്റെ ബിംബം. ചോദ്യം 4. ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്തു മറിഞ്ഞു കിടക്കുന്നത് കണ്ട അഷ്ദോദിലെ ജനങ്ങൾ എന്താണ് ചെയ്തത്? ഉത്തരം അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. ചോദ്യം 5. നിലത്തു മറിഞ്ഞു കിടന്ന ദാഗോൻ്റെ ബിംബം യഥാപൂർവം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം ദാഗോൻ്റെ തലയും കൈകളും അറ്റ് എവിടെ കിടക്കുന്നതായാണ് അഷ്ദോദിലെ ജനങ്ങൾ കണ്ടത്? ഉത്തരം വാതിൽപ്പടിയിൽ. ചോദ്യം 6. നിലത്തു മറിഞ്ഞു കിടന്ന ദാഗോൻ്റെ ബിംബം യഥാപൂർവം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം ബിംബത്തിൻ്റെ ഏത് ഭാഗം മാത്രമാണ് അവശേഷിച്ചതായി കണ്ടത്? ഉത്തരം ഉടൽ മാത്രം. ചോദ്യം 7. ദാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയുള്ള വാതിൽപ്പടിയിലാണ് ചവിട്ടാത്തത്? ഉത്തരം അഷ്ദോദിലുള്ള ദാഗോൻ്റെ. ചോദ്യം 8. 1 സാമുവേൽ 5, 6 പ്രകാരം കർത്താവിൻ്റെ കരം ആർക്കെതിരായാണ് പ്രബലമായത്? ഉത്തരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ. ചോദ്യം 9. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവരെ എപ്രകാരമാണ് കർത്താവ് കഷ്ടപ്പെടുത്തിയത്? ഉത്തരം കുരുക്കൾ വരുത്തി. ചോദ്യം 10. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട, അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. 1 സാമുവേൽ 5, 7. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം അഷ്ദോദിലെ ജനങ്ങളുടെ. ചോദ്യം 11. ദൈവത്തിൻ്റെ പേടകം അഷ്ദോദിൽ നിന്നും എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം ഗത്തിലേക്ക്. ചോദ്യം 12. ദൈവത്തിൻ്റെ പേടകം ഗത്തിൽ നിന്നും എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം എക്രോണിലേക്ക്. ചോദ്യം 13. ദൈവത്തിൻ്റെ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ എന്താണ് ചെയ്തത്? ഉത്തരം മുറവിളി കൂട്ടി. ചോദ്യം 14. നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം എക്രോണിലെ തദ്ദേശവാസികളുടെ. ചോദ്യം 15. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്ന തീരുമാനം എവിടെ വെച്ചാണ് ഫിലിസ്തീയർ എടുത്തത്? ഉത്തരം എക്രോണിൽ വച്ച്. ചോദ്യം 16. എവിടെ നിന്നാണ് ഫിലിസ്തീയർ ദൈവത്തിൻ്റെ പേടകം അഷ്ദോദിലേക്ക് കൊണ്ടുപോയത്? ഉത്തരം എബ്നേസറിൽ നിന്ന്. ചോദ്യം 17. ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ച രണ്ടാമത്തെ ദിവസം വാതിൽപ്പടിയിൽ കിടക്കുന്നതായി അഷ്ദോദിലെ ജനങ്ങൾ കണ്ടത് എന്താണ്? ഉത്തരം അറ്റുപോയ ദാഗോൻ്റെ തലയും കൈകളും. ചോദ്യം 18.
1 സാമുവേൽ 5-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 12. ചോദ്യം 19. 1 സാമുവേൽ 5-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത്? ഉത്തരം പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ. ചോദ്യം 20. അധ്യായവും വാക്യവും ഏത്? മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു, നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. ഉത്തരം 1 സാമുവേൽ 5:12. തുടർന്ന് 6-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 21. കർത്താവിൻ്റെ പേടകം എത്ര കാലം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? ഉത്തരം 7 മാസം. ചോദ്യം 22. ഫിലിസ്ത്യർ ആരെയൊക്കെ വിളിച്ചു വരുത്തിയാണ് കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണം എന്ന് ചോദിച്ചത്? ഉത്തരം പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും. ചോദ്യം 23. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം എന്താണ് കൊടുത്തയക്കേണ്ടതെന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും വിധിച്ചത്? ഉത്തരം ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ. ചോദ്യം 24. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് എപ്രകാരം ആകരുത് എന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും അഭിപ്രായപ്പെട്ടത്? ഉത്തരം വെറും കൈയോടെ. ചോദ്യം 25. പ്രായശ്ചിത്ത ബലിക്കായി സ്വർണ്ണനിർമ്മിതമായ എന്തൊക്കെയാണ് പേടകത്തോടൊപ്പം കൊടുത്തയക്കാൻ പുരോഹിതരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്? ഉത്തരം 5 കുരുക്കളും 5 എലികളും. ചോദ്യം 26. ആരുടെ സംഖ്യ അനുസരിച്ചാണ് സ്വർണ്ണനിർമ്മിതമായ 5 കുരുക്കളും 5 എലികളും പ്രായശ്ചിത്ത ബലിക്കായി നിശ്ചയിച്ചത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ. ചോദ്യം 27. നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കി ആരുടെ മഹിമയെ പ്രകീർത്തിക്കുവിൻ എന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്? ഉത്തരം ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ. ചോദ്യം 28. 1 സാമുവേൽ 6:5 3 കാര്യങ്ങളുടെ മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം എന്നു പറയുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തേത് ഏത്? ഉത്തരം നിങ്ങളുടെ ദേവന്മാരുടെ. ചോദ്യം 29. ആരെപ്പോലെ നിങ്ങളും എന്തിനു കഠിനഹൃദയരാകുന്നു എന്നാണ് പുരോഹിതരും ജ്യോത്സ്യന്മാരും ഫിലിസ്ത്യരോട് ചോദിക്കുന്നത്? ഉത്തരം ഈജിപ്തുകാരെയും ഫറവോയെയും. ചോദ്യം 30. കർത്താവ് ഈജിപ്തുകാരെയും ഫറവോയെയും എന്തു ചെയ്തതിന് ശേഷമാണ് നാടുവിടാൻ അവർ ഇസ്രായേലിനെ അനുവദിച്ചതും അവർ പോയതും? ഉത്തരം പരിഹാസപാത്രമാക്കിയതിനു ശേഷം. ചോദ്യം 31. ഒരു പുതിയ വണ്ടിയുണ്ടാക്കി എപ്രകാരമുള്ള 2 കറവ പശുക്കളെ അതിൽ കെട്ടുവാനാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്? ഉത്തരം ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്ത. ചോദ്യം 32. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ എന്ത് പെട്ടിക്കുള്ളിലാക്കി വണ്ടിയുടെ ഒരു വശത്ത് വയ്ക്കുവിൻ എന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്? ഉത്തരം സ്വർണ്ണ ഉരുപ്പടികൾ. ചോദ്യം 33. പൂരിപ്പിക്കുക. സ്വന്തം നാടായ ഡാഷ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത്. ഉത്തരം ബത്ഷമിഷിലേക്ക്. ചോദ്യം 34. കർത്താവിൻ്റെ പേടകം തിരിച്ചയച്ചപ്പോൾ സ്വർണ്ണനിർമ്മിതമായ എന്തുകൂടി അതിനുള്ളിൽ വച്ചിരുന്നു? ഉത്തരം കുരുക്കളും എലികളുമുള്ള പെട്ടിയും. ചോദ്യം 35.
കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടിയുമായി എപ്രകാരമാണ് പശുക്കൾ ബേത്ഷെമിഷിലേക്ക് പെരുവഴിയിലൂടെ പോയത്? ഉത്തരം: അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ. ചോദ്യം 36. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടിയെ ബേത്ഷെമിഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത് ആരാണ്? ഉത്തരം: ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ചോദ്യം 37. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ബേത്ഷെമിഷിലെ ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? ഉത്തരം: കർത്താവിൻ്റെ പേടകം. ചോദ്യം 38. കർത്താവിൻ്റെ പേടകം കണ്ടപ്പോൾ ബേത്ഷെമിഷിലെ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം: അവർ അത്യധികം ആനന്ദിച്ചു. ചോദ്യം 39. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടി എവിടെ ചെന്നാണ് നിന്നത്? ഉത്തരം: ബേത്ഷെമിഷുകാരനായ ജോഷുവയുടെ വയലിൽ. ചോദ്യം 40. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടി ചെന്ന് നിന്ന ജോഷുവയുടെ വയലിൽ എന്തുണ്ടായിരുന്നു എന്നാണ് എടുത്തു പറയുന്നത്? ഉത്തരം: ഒരു വലിയ കല്ല്. ചോദ്യം 41. കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ടുള്ള വണ്ടിയിൽ കെട്ടിയിരുന്ന പശുക്കളെ ബേത്ഷെമിഷിലെ ജനങ്ങൾ എന്താണ് ചെയ്തത്? ഉത്തരം: ദഹനബലിയായി കർത്താവിന് സമർപ്പിച്ചു. ചോദ്യം 42. കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണയുരുപ്പടികൾ വഹിച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത് ആരാണ്? ഉത്തരം: ലേവ്യർ. ചോദ്യം 43. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 5 പേർ. ചോദ്യം 44. 5 ഫിലിസ്ത്യ പ്രഭുക്കന്മാരും എവിടേക്കാണ് മടങ്ങിപ്പോയത്? ഉത്തരം: എക്രോണിലേക്ക്. ചോദ്യം 45. കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിൽ മൂന്നാമത്തേത് ഏത് ദേശത്തിന് വേണ്ടിയുള്ളതായിരുന്നു? ഉത്തരം: അഷ്കലോണിന്. ചോദ്യം 46. സ്വർണ്ണ എലികൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും മറ്റെന്തിൻ്റെയും സംഖ്യ അനുസരിച്ചായിരുന്നു? ഉത്തരം: തുറസായ ഗ്രാമങ്ങളുടെയും. ചോദ്യം 47. ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബേത്ഷെമിഷുകാരനായ ജോഷുവയുടെ വയലിൽ ഉണ്ട് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: കർത്താവിൻ്റെ പേടകം ഇറക്കി വച്ച വലിയ കല്ല്. ചോദ്യം 48. കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തിനോക്കിയ ആരെയാണ് അവിടുന്ന് വധിച്ചത്? ഉത്തരം: 70 ബേത്ഷെമിഷുകാരെ. ചോദ്യം 49. ബേത്ഷെമിഷിലെ ആളുകൾ ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണം എന്താണ്? ഉത്തരം: പരിശുദ്ധനായ. ചോദ്യം 50. ബേത്ഷെമിഷിലെ ആളുകൾ എവിടെയുള്ള ജനങ്ങളുടെ അടുത്തേക്കാണ് ദൂതന്മാരെ അയച്ചത്? ഉത്തരം: കിരിയാത്ത് യെയാറിമിലെ. ചോദ്യം 51. കർത്താവിൻ്റെ പേടകം ആര് തിരിച്ചയച്ചിരിക്കുന്നു എന്നാണ് 1 സാമുവേൽ 6:21 പറയുന്നത്? ഉത്തരം: ഫിലിസ്ത്യർ. ചോദ്യം 52. എന്തു വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്ത്യർ ചോദിച്ചു? 1 സാമുവേൽ 6:4. ആരോടാണ് ഫിലിസ്ത്യർ ഇപ്രകാരം ചോദിച്ചത്? ഉത്തരം: പുരോഹിതന്മാരോടും ജ്യോത്സ്യന്മാരോടും. ചോദ്യം 53. ഒരു പുതിയ വണ്ടിയുണ്ടാക്കി ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്ത എന്തിനെ അതിൽ കെട്ടുവാനാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്? ഉത്തരം: 2 കറവ പശുക്കളെ.
ചോദ്യം 54. ലേവ്യർ കർത്താവിൻ്റെ പേടകത്തോടൊപ്പം താഴെ ഇറക്കിയത് എന്താണ്? ഉത്തരം സ്വർണ്ണയുരുപ്പടികൾ വച്ചിരുന്ന പെട്ടി. ചോദ്യം 55. സമാന വാക്യം ഏത്? 1 സാമുവേൽ 6:19. ഉത്തരം സംഖ്യ 4:20. തുടർന്ന് 7-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 56. കിരിയാത്ത് യെയാറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന ആരുടെ ഭവനത്തിലാണ് എത്തിച്ചത്? ഉത്തരം അബിനാദാബിൻ്റെ. ചോദ്യം 57. കിരിയാത്ത് യെയാറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിന് ആരെയാണ് അഭിഷേകം ചെയ്തത്? ഉത്തരം അബിനാദാബിൻ്റെ പുത്രൻ എലയാസറിനെ. ചോദ്യം 58. കർത്താവിൻ്റെ പേടകം എത്ര കാലം അബിനാദാബിൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചു? ഉത്തരം 20 വർഷം. ചോദ്യം 59. കർത്താവിൻ്റെ പേടകം അബിനാദാബിൻ്റെ ഭവനത്തിലായിരുന്ന കാലത്ത് ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് എന്താണ് ചെയ്തത്? ഉത്തരം വിലപിച്ചുകൊണ്ടിരുന്നു. ചോദ്യം 60. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് നിങ്ങൾ ആരെയൊക്കെ ബഹിഷ്കരിക്കണം എന്നാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? ഉത്തരം അന്യദേവന്മാരെയും അസ്താർത്ഥ ദേവതകളെയും. ചോദ്യം 61. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം സാമുവേലിൻ്റെ. ചോദ്യം 62. ഇസ്രായേല്യർ ആരുടെയൊക്കെ ബിംബങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് കർത്താവിനെ മാത്രം ആരാധിച്ചത്? ഉത്തരം ബാലിൻ്റെയും അസ്താർത്തേയുടെയും. ചോദ്യം 63. ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടാനാണ് സാമുവേൽ ആവശ്യപ്പെട്ടത്? ഉത്തരം മിസ്പായിൽ. ചോദ്യം 64. എവിടെ വച്ചാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്? ഉത്തരം മിസ്പായിൽ. ചോദ്യം 65. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ചോദ്യം 66. ആരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്നാണ് ഇസ്രായേൽക്കാർ സാമുവേലിനോട് അപേക്ഷിച്ചത്? ഉത്തരം ഫിലിസ്തീനിൽ നിന്ന്. ചോദ്യം 67. സമ്പൂർണ്ണ ദഹനബലിയായി സാമുവേൽ കർത്താവിന് അർപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ. ചോദ്യം 68. ഇസ്രായേല്യരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്ന ഫിലിസ്ത്യരെ എപ്രകാരമാണ് കർത്താവ് സംഭ്രാന്തരാക്കി പലായനം ചെയ്യിച്ചത്? ഉത്തരം ഭയങ്കരമായ ഒരിടിനാദം മുഴക്കി. ചോദ്യം 69. ഇസ്രായേല്യർ എവിടെ നിന്ന് എവിടെ വരെയാണ് ഫിലിസ്ത്യരെ പിന്തുടർന്ന് വധിച്ചത്? ഉത്തരം മിസ്പായിൽ നിന്ന് ബെത്ത്കാർ വരെ. ചോദ്യം 70. സാമുവേൽ ഏതൊക്കെ സ്ഥലങ്ങളുടെ മധ്യയാണ് കല്ല് സ്ഥാപിച്ചത്? ഉത്തരം മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ. ചോദ്യം 71. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് സാമുവേൽ പേരിട്ട സ്ഥലമേത്? ഉത്തരം എബനേസർ. ചോദ്യം 72. സാമുവേലിൻ്റെ കാലമത്രയും കർത്താവിൻ്റെ കരം ആർക്കെതിരെയാണ് ബലപ്പെട്ടിരുന്നത്? ഉത്തരം ഫിലിസ്ത്യർക്കെതിരെ. ചോദ്യം 73.
ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന എവിടം മുതൽ എവിടം വരെയുള്ള പ്രദേശങ്ങളെല്ലാമാണ് അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തത്? ഉത്തരം എക്രോൺ മുതൽ ഗത്ത് വരെ. ചോദ്യം 74. ആര് തമ്മിൽ സമാധാനമുണ്ടായി എന്നാണ് 1 സാമുവേൽ 7:14 പറയുന്നത്? ഉത്തരം ഇസ്രായേല്യരും അമ്മോര്യരും. ചോദ്യം 75. സാമുവൽ തൻ്റെ ജീവിതകാലം അത്രയും നീതിപാലനം നടത്തിയത് എവിടെയാണ്? ഉത്തരം ഇസ്രായേലിൽ. ചോദ്യം 76. വർഷം തോറും സന്ദർശിച്ച് സാമുവൽ നീതിപാലനം നടത്തിയിരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബഥേൽ, ഗിൽഗാൽ, മിസ്പ. ചോദ്യം 77. സാമുവലിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം റാമായിൽ. ചോദ്യം 78. എബെനേസർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം സഹായശില, അടിക്കുറിപ്പനുസരിച്ച്. ചോദ്യം 79. അധ്യായവും വാക്യവും ഏത്? അങ്ങനെ ഇസ്രായേല്യർ ബാലിൻ്റെയും അസ്താർത്തയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. ഉത്തരം 1 സാമുവൽ 7:4. ചോദ്യം 80. സമാന വാക്യം ഏത്? 1 സാമുവൽ 7:4. ഉത്തരം ന്യായാധിപന്മാർ 10:16. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.